ദിവസം നമുക്കറിയാം ഇന്നലെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങളുടെ 12 സ്ഥലത്ത് മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഈ കല്ലറയിൽ വന്ന് ഇന്ന് ഒപ്പീസ് ചൊല്ലി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ജോർജ് നടത്തിയ പരാമർശങ്ങൾ കുറച്ചും മണിക്കൂറുകൾക്ക് മുമ്പ് ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് ദീപിക പത്രത്തിലുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ? മാത്രമല്ല എഴുതുന്നതിനെ കനിപ്പിലെ പിതാവ് വിളിച്ച് സഭാമഠത്തിൽ UDP വോട്ട് ചെയ്യാൻ പാർട്ടിയോടെന്ന് പറഞ്ഞു. ബോധവും വിവേകവും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉളകൾ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്രൈസ്തവ സഭ എടുക്കുന്ന നിലപാടും അതോടൊപ്പം തന്നെ മേധാധ്യക്ഷന്മാർ എടുക്കുന്ന സാമൂഹിക വിഷയങ്ങളെടുക്കുന്ന ഇടപെടലുകളും രാഷ്ട്രീയമായി വലിച്ചിറക്കിയിട്ടുള്ള ഒരു കാലഘട്ടമില്ല. അത് തീർച്ചയായും നമ്മുടെ സഭാവിശ്വാസികൾ പരിശോധിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കളർ നാണയങ്ങളും ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. ഈ ഛത്തീസ്ഗഡിലടക്കം ഇടപെട്ടത് തങ്ങളാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി പറയേണ്ട ഒരവസ്ഥ വന്നില്ല. ഞങ്ങളൊരു അവകാശവാദത്തിനുമില്ല. സാമൂഹ്യ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ ആയിട്ടല്ല ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ സാമൂഹ്യ വിഷയങ്ങളിൽ എല്ലാ സമുദായങ്ങളും എല്ലാ സമൂഹവുമുണ്ട്. അവിടെ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു അവകാശവാദവും ഇല്ല. നമുക്ക് ആ വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യണം, അതിന് പരിഹാരം കാണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷയത്തിലെടുത്ത സ്ട്രോങ് ആയ നിലപാട് ആ വിഷയത്തിൽ ആ സമയത്ത് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ പ്രതികരണം നടത്തുന്നതായിട്ട് വേണ്ട വായിക്കാൻ. അല്ല, ആ സമയത്ത് ഞാൻ പ്രതികരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ എടുത്തത്. അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആയിട്ടല്ല. അന്ന് ഞാൻ പറഞ്ഞു അത് കൊടുങ്കാറ്റാണെങ്കിൽ ഇനി സുനാമി വരാൻ പോവുകയാണ്. കാരണം ഈ വരുന്ന നമ്മുടെ FCRയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരുന്നത് അത് സുനാമി ആയിരിക്കും. അത് വളരെ ഗൗരവമായി നിങ്ങൾ ഓരോരുത്തരും പഠിച്ചാൽ അതിനെപ്പറ്റി മനസ്സിലാവും. സഭയ്ക്ക് വേണ്ടെങ്കിൽ തിരിച്ചും അങ്ങനെ ആയിരിക്കുമെന്നാണ് ഷോൺ ജോർജിന്റെ. അത് BJP എത്രമാത്രം വില കൊടുക്കുമെന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാം, മനസ്സിലാക്കും. ഏത് പ്രതികരണം? അല്ല, ഞാനത് പറഞ്ഞല്ലോ, സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ രാഷ്ട്രീയപരമായി അത് വലിച്ചിറക്കുന്നത് ഒരു കാരണവശാലും അത് ശരിയല്ല. ഏത് സമുദായമാണെങ്കിലും, അത് ക്രൈസ്തവ സമൂഹമാണെങ്കിലും ഏതായാലും അത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഓരോ ഇൻഡിവിജ്വൽ ഇപ്പോൾ കാണിച്ചു വെക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് ജനസമൂഹം, വിശ്വാസ സമൂഹം സമ്മതിച്ചു കൊടുക്കില്ല. ഇൻഡിവിജ്വലായിട്ടാണോ താങ്കൾ ഇത് കാണുന്നത്, അതോ ഒരു BJPയുടെ പ്രത്യയശാസ്ത്രം തന്നെയാണോ? BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എങ്ങനെ വന്നു, എവിടെ വന്നു, ഏതാണ് അതിൻ്റെ മുഖം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ തന്നെ ഇപ്പോൾ ഉടനെ പഠിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിലാണ് മത്സരിച്ചത്, 12 പേരുമുണ്ട്. അപ്പോൾ മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായി മാറുമോ? അത് എപ്പോഴും നിർണായക ശക്തിയാണല്ലോ. അപ്പോൾ അതിനകത്ത് സംശയമൊന്നുമില്ല. ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിനോടൊപ്പം നിർണായക ശക്തിയായിട്ട് തന്നെ നിൽക്കും. ഓക്കെ.